പക അത് വീട്ടാനുള്ളതാ. എൻ്റെ കെട്ടിയവനോടുള്ള ദേഷ്യവും വാശിയൊക്കെ ഞാൻ തീർക്കുന്നതാ ഇങ്ങനെയാണ് കേട്ടോ. ഈ ട്രിക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാം. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാ എൻ്റെ കെട്ടിയവന് ബീഫ് ഇഷ്ടമല്ല. ബീഫ് കൈ കൊണ്ട് തൊടൂല, കണ്ണുകൊണ്ട് നോക്കുകയില്ല. പക്ഷെ ഞാനാണെങ്കിലോ ഒടുക്കത്തെ ബീഫ് അഡിക്റ്റും. ബീഫില്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഈ സാധനം എവിടെ കിട്ടിയാലും ഞാൻ അപ്പം അവിടെ കമിഴ്ന്നടിച്ച് വീഴും. ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും അടി ഉണ്ടാവാറില്ല. അടി ഉണ്ടായാൽ തന്നെ മൂപ്പര് അതങ്ങനെ ഐസായിട്ട് സോൾവും ചെയ്യും. പക്ഷെ നമുക്കതങ്ങനെ വിടാൻ പറ്റൂലല്ലോ. അപ്പൊ എൻ്റെ കെട്ടിയവനൊരു ബീഫ് വിരോധി അറ്റ് ദ പീക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ബീഫ് കഴിക്കുന്നതും ഇഷ്ടമില്ല. എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെ എവിടെന്നെങ്കിലും പോയി നല്ലോണം ബീഫ് കഴിച്ച് വന്നിട്ട് ഞാൻ പറയും, ചേട്ടാ ഞാൻ ബീഫ് കഴിച്ചിട്ടുണ്ടേ. അപ്പം ഉണ്ടാവും മൂപ്പരെ മുഖത്തൊരു എക്സ്പ്രഷൻ. അത് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. അത് കാണണ്ടിട്ടാ ഞാനിങ്ങനെ ചെയ്യുന്നതും. ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അങ്ങനെ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ എൻ്റെ ഉള്ളിലുള്ള ദേഷ്യം അങ്ങനെ അങ്ങോട്ട് തീരും. സംഭവം എന്നെ കടിക്കാത്തതിനൊക്കെ ഞാൻ കഴിക്കെങ്കിലും എനിക്ക് ഇത്ര ഇഷ്ടമുള്ളൊരു സാധനം വേറെ ഇല്ല കേട്ടോ. ഇത്ര അടിപൊളിയായിട്ടുള്ള സാധനം എങ്ങനെയാണ് ഇവർക്ക് തിന്നാണ്ടിരിക്കാൻ പറ്റുന്നത്? പിടിച്ചതിലും വലുത് മാളത്തിൽ എന്ന് പറഞ്ഞ പോലെ എൻ്റെ വീട്ടിലും ഇത് തന്നെയാണ് അവസ്ഥ. അമ്മ ഈ സാധനം വീടിനകത്തേക്ക് കയറ്റാൻ സമ്മതിക്കൂല. ഇതാ ഇപ്പൊ ഈ സാധനം എനിക്ക് കൊണ്ടു തന്നത് ഇവനാണ്. അറിയാണ്ട് എൻ്റെ കണ്ണിന്റെ മുന്നിൽ വന്ന് പെട്ടതാ. ഞാൻ അപ്പൊ തന്നെ ഓടിച്ചു വിട്ടു, എനിക്ക് ഇപ്പൊ കിട്ടിയേ പറ്റുള്ളൂ എന്ന്. ഇവൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഏട്ടനായിട്ട് വരും. ഒരു 6 മാസത്തിന് മൂപ്പേ ഉള്ളൂ. എന്നാലും ഏട്ടാന്ന് വിളിക്കുന്നൊക്കെ മോശമല്ലേ? ആ ഒരു ഒറ്റ കഷ്ണം കണ്ടോ, അത് മാത്രമേ ഞാൻ അവന് കൊടുത്തിട്ടുള്ളൂ. ഒരു 100 തവണ വെള്ളം ഇറക്കിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോക്ക് ഞാൻ വോയിസ് കൊടുത്തത് വരെ. ഇതാ ആ ബോക്സ് കണ്ടോ, അതുവരെ ഞാൻ കരഞ്ഞോണ്ടാണ് കേട്ടോ കളഞ്ഞതെന്ന്. അപ്പോൾ വല്ലപ്പോഴൊക്കെ ബീഫ് കഴിക്കാൻ കിട്ടുന്ന എന്നെ പോലെയുള്ള കൊതിയന്മാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു കേട്ടോ.